പാലക്കാട് അഗളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനവും LDF നഷ്ടമായിരിക്കുകയാണ്. UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. പ്രമേയത്തെ BJPയുടെ 2 അംഗങ്ങൾ പിന്തുണച്ചു. LDF അംഗങ്ങൾ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. സംസ്ഥാന തലത്തിലുള്ള കോൺഗ്രസ് BJP ഡീലിന്റെ ഭാഗമാണ് BJPയുടെ പിന്തുണയെന്ന് CPM വിമർശിച്ചു. UDFന് 10ഉം LDFന് 9ഉം BJPക്ക് 2 അംഗങ്ങളാണ് നഗരസഭയിലുള്ളത്. ഈ 6 മാസം കഴിഞ്ഞ കാലയളവിൽ ഇടതുപക്ഷത്തിന്റെ വൈസ് പ്രസിഡന്റിനെ മാറ്റുക എന്നുള്ള ലക്ഷ്യത്തിന് ഇവർ BJPയും കോൺഗ്രസും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ഇന്നിവിടെ ഈ അവിശ്വാസം പാസ്സായിട്ടുള്ളത്. ഇത് ഈ 6 മാസക്കാലം തന്നെ UDFനുള്ളത് 10 മെമ്പർമാരാണ്. അവിടെ ഈ 6 മാസവും BJPയുടെ മെമ്പർമാരുടെ പിന്തുണയോടുകൂടിയാണ് ഭരണം നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ ബില്ലുകളും എന്തു വന്നാലും അതിന് പരിപൂർണ പിന്തുണയാണ് BJP നൽകിക്കൊണ്ടിരുന്നത്. സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകും. സലാം, ഈ അവിശ്വാസ പ്രമേയത്തെ BJP പിന്തുണയ്ക്കാമെന്ന ധാരണ നേരത്തെ തന്നെ ഉണ്ടായിരുന്നോ? BJP പിന്തുണച്ചില്ലെങ്കിലും UDFന് വിജയിക്കാമായിരുന്നു. അങ്ങനെ ഒരു കക്ഷികളെയാണ് അഗളി പഞ്ചായത്തിൽ ഉണ്ടായിരുന്നത്. UDFന് 10ഉം LDFന് 9ഉം BJPക്ക് 2 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ കോൺഗ്രസിന്റെ NK മഞ്ജു എന്ന മെമ്പറെ ആദ്യം പ്രസിഡന്റായി LDF കൊണ്ടുവരികയും അങ്ങനെ കൂറുമാറിയ മെമ്പറെ പ്രസിഡന്റ് ആക്കിയായിരുന്നു LDF ഭരണം നേടിയത്. എന്നാൽ പിന്നീട് ഈ NK മഞ്ജു തന്നെ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയും കോൺഗ്രസിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. ഈ വൈസ് പ്രസിഡന്റ് സ്ഥാനവും LDFന് നേരത്തെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ അവിശ്വാസ പ്രമേയത്തിലൂടെ നഷ്ടമായിരിക്കുന്നത്. അവിശ്വാസ പ്രമേയത്തിലെ 10 അംഗങ്ങൾ UDFന് 10 അംഗങ്ങളും UDFനെ പിന്തുണച്ചു. അതോടൊപ്പം തന്നെ BJPയുടെ 2 അംഗങ്ങളും UDFനെ പിന്തുണക്കുന്ന നിലയാണ് സ്വീകരിച്ചത്. എന്നാൽ BJPയുടെ പിന്തുണ ഇല്ലെങ്കിൽ കൂടി UDFനെ വിജയിക്കാമായിരുന്ന തെരഞ്ഞെടുപ്പായിരുന്നു. LDF അംഗങ്ങളൊക്കെ തന്നെ പൂർണ്ണമായും തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു. അതിലാണിപ്പോൾ LDFന് ഒരു ആരോപണം എന്ന നിലക്കാണ് ഇപ്പോൾ സംസ്ഥാന തലത്തിലുള്ള കോൺഗ്രസ് BJP ഡീലിന്റെ ഭാഗമാണ് ഇങ്ങനെ വൈസ് പ്രസിഡന്റ് സ്ഥാനം UDFന് ലഭിക്കാനിടയാക്കിയത് എന്നുള്ളൊരു ആക്ഷേപം, ഒരു ആരോപണം LDF ഉയർത്തുന്നുണ്ട്. എങ്കിലും BJPയുടെ പിന്തുണ ഇല്ലെങ്കിൽ കൂടി UDFന് വിജയിക്കാവുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ അത്തരത്തിലൊരു സാധ്യതയാണ് അഗളി പഞ്ചായത്തിൽ ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് UDFന്റെ 10 അംഗങ്ങളുടെയും വോട്ട് നേടി UDFന് വൈസ് പ്രസിഡന്റ് സ്ഥാനം കൂടി ലഭിച്ചിരിക്കുന്നത്. സലാം മുഹമ്മദാണ് പാലക്കാട് എന്ന വിശദാംശങ്ങൾ നൽകിയത്.